ഹലോ നമസ്കാരം, ഞാൻ നജീബ്. എൻ്റെ ആദ്യത്തെ ബ്ലോഗാണിത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ളത് വിനീഷ്, കുട്ടു. പാറ, അത്ഭുത പാറ, അത് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ മൂന്നാളും ഉണ്ടായി. ഞാൻ കുറേ നേരം അതിൻ്റെ മേലേക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു. അമ്പലവയൽ ചുള്ളിയൂർ റോഡിൽ ആനപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണിത്. ഞങ്ങൾ 3 പേരും അവിടെ എത്തുമ്പോൾ സമയം 4 മണിയോട് അടുത്തിരുന്നു. വൈകുന്നേരമായതുകൊണ്ട് ചൂട് അല്പം കുറവായി. രാവിലെ നടക്കാൻ പോകുന്നതിൻ്റെ പവർ കുട്ടു കാണിക്കാൻ പഠിച്ചില്ല. ഈ പ്രായത്തിന് കുട്ടുവിൻ്റെ ഫിറ്റ്നസ് പ്രശംസനീയമാണ്. ഓടിച്ചാടി കയറിയ ഈ പാറയ്ക്ക് പല ഐതിഹ്യങ്ങളും കുട്ടുവും വിനീഷും പറഞ്ഞുകൊണ്ടേയിരുന്നു. പുതുതായി ഐതിഹ്യങ്ങൾ ഉണ്ടാക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനുമുള്ള വിനീഷിൻ്റെയും കുട്ടുവിൻ്റെയും കഴിവിനെ ഞാൻ അഭിനന്ദിച്ചു. ഈ പാറയുടെ മേലെ നിന്ന് താഴ്ത്തി ചാടിക്കഴിഞ്ഞാൽ മരിക്കുമോ അതോ കയ്യുകാലും മുടിയുമോ എന്നുള്ള ചർച്ചയിലേക്കായി പിന്നീടുള്ള നീക്കം. ഇത് കേട്ടുകൊണ്ട് ഇന്ന് എനിക്ക് ഈ പാറ എങ്ങനെയും തള്ളി താഴെയിടണമെന്ന് തോന്നി. അതിന് കുറേ പ്രയത്നിച്ചു. പക്ഷേ പിന്നീട് അവസരത്തിൽ തള്ളി താഴെയിടാമെന്ന പ്ലാനോട് കൂടി ഞാൻ ആ പാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഇറക്കിയത്ര എളുപ്പമായിരുന്നില്ല ഇറങ്ങാനെന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായത്. അതികഠിനമായ ഇറക്കമായതുകൊണ്ട് കുറച്ച് പാടുപെട്ടു ഇറങ്ങാൻ. ഓരോ വർഷം കഴിയും തോറും പ്രായം കൂടുന്നത് കൊണ്ടാവാൻ തോന്നുന്നു താഴേക്ക് ഇറങ്ങാനൊരു ഭയം. അങ്ങനെ ഇരുന്നും കിടന്നും നേരെയും താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരുന്നു. ഒരു കടുകുമണിയുടെ വ്യത്യാസത്തിൽ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ വിട്ട് ഞാനും എഞ്ചിന് തവിടി പൊടി. ഈ കാണിക്കുന്ന അഭ്യാസം താഴെ കാണുന്ന ചെറിയ അരുവിയിൽ ചവിട്ടാതെ താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരുന്നു. അടുത്തത് കുട്ടുവിൻ്റെ ഊഴമായിരുന്നു. ഫിറ്റ്നസിൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു തന്ന നിമിഷമായിരുന്നു എനിക്കത്. ആ ചാടിയതിനും ആ നിന്നതിനും കൊടുക്കണം പൈസ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.